യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞിന് കുടുംബത്തിലുള്ള ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മയാണ്. അങ്ങനെ അമ്മ പറഞ്ഞത് കേട്ടത് കൊണ്ട് മാത്രമല്ല, പിന്നീട് ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ നേരിട്ട് ഓരോരുത്തരെയും മനസ്സിലാക്കി അവരുടെ സ്നേഹം അനുഭവിച്ച് തിരിച്ചും സ്നേഹിച്ചാണ് ആ സ്നേഹബന്ധത്തിൽ വളർന്നു വരിക. ഈശോയുടെ രൂപത്തെ കാണിച്ചുകൊണ്ട് ഈശോ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതും അമ്മയാണ്. അമ്മ പറഞ്ഞത് പഠിച്ചതുകൊണ്ട് മാത്രം ആരംഭത്തിൽ ആ കുഞ്ഞ് ഈശോയെ നോക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ പിന്നീട് വളർന്നു വരുമ്പോൾ ഈശോ ആരെന്ന് ഹൃദയ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരികയും ഈശോയിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസം പൂർണ്ണതയിലെത്തുക. ഇന്നത്തെ വചനത്തിൽ നാം കാണുന്നതും അതുതന്നെയാണ്. സ്ത്രീ പറഞ്ഞതുകൊണ്ടാണ് യേശുവിനെ ആ ഗ്രാമത്തിലുള്ളവർ മനസ്സിലാക്കിയതെങ്കിലും പിന്നീട് അവർ നേരിട്ട് യേശുവിനെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ആ വിശ്വാസം അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. എപ്പോഴും വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. പ്രസംഗത്തിൽ കേൾക്കുന്ന കാര്യങ്ങൾ ആ കേൾവിയിൽ മാത്രം നിൽക്കാതെ ഹൃദയത്തിൽ അനുഭവിച്ചറിഞ്ഞ് യേശുവിനെ മനസ്സിലാക്കി സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പരിപൂർണത പ്രാപിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.